പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം സംബന്ധിച്ച തർക്കത്തിൽ CPI ചർച്ച അലസിപ്പിരിഞ്ഞു എന്നതാണ് സാഹചര്യം. ഇരു നേതാക്കളും ബിനോയ് വിശ്വവും MV ഗോവിന്ദനും തങ്ങളുടെ വാദങ്ങൾ നിർത്തി എന്നതിനപ്പുറത്തേക്ക് ഒരു സമവായം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഇതോടുകൂടി ചർച്ച അലസിപ്പിരിയുന്ന സാഹചര്യമാണ്. CPM നിലപാട് പറയട്ടെ എന്ന ഇതിൽ ബിനോയ് വിശ്വം എടുക്കുകയായിരുന്നു. എന്തായാലും മുന്നണിയുടെ മുന്നോട്ട് പോക്കിന് ഒപ്പം തങ്ങൾ ഉണ്ടാകുമെന്നു കൂടി അറിയിച്ചുകൊണ്ടാണ് അവിടുന്ന് പിരിയുന്നത്. എന്തായാലും രണ്ട് നേതാക്കളും നിലപാടിൽ ഉറച്ചു നിന്നതിനപ്പുറത്തേക്ക് ഒരു തരത്തിലുള്ള സമവായവും ഇക്കാര്യത്തിൽ ഉണ്ടായില്ല എന്നതാണ് സാഹചര്യം. VV അരുൺ ചേരുന്നുണ്ട്. അരുൺ, എന്താണ് സംഭവിച്ചത്? അരുൺ, ചർച്ചയിൽ ഇരു നേതാക്കളും നിലപാടെടുത്തതിനപ്പുറത്തേക്ക് പിന്നെ എന്തിനൊന്നിച്ചിരുന്നു എന്ന ചോദ്യമില്ലേ? സംസ്ഥാനത്തെ ഇടതുമുന്നണിയിൽ അസാധാരണമായ പ്രതിസന്ധി ഉടലെടുക്കുകയാണ്. അല്പസമയം മുമ്പാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം AK സെന്ററിലെത്തി കണ്ടത്. പ്രതിപക്ഷ ഉപനേതാവ് പദവിയുമായി ബന്ധപ്പെട്ട തർക്കം പരിഹരിക്കുകയായിരുന്നു ഉദ്ദേശം. പക്ഷേ ആ ചർച്ചയ്ക്ക് ശേഷം ഏതാണ്ട് അരമണിക്കൂർ ചർച്ചയ്ക്ക് ശേഷം പുറത്തു വന്ന ബിനോയ് വിശ്വം പറഞ്ഞത് ചർച്ച വിജയിച്ചില്ല എന്നുള്ളതാണ്. ചർച്ച പരാജയമാണ്. CPI പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിന്നു. നേരത്തെ അവർ കത്ത് നൽകിയതാണ്. MV ഗോവിന്ദനെ കണ്ടപ്പോഴും ആ ആവശ്യത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയില്ല എന്ന നിലപാട് ബിനോയ് സ്വീകരിച്ചു. MV ഗോവിന്ദനാകട്ടെ കീഴ്വഴക്കങ്ങൾ മാറ്റാൻ കഴിയില്ല. 2006 ഇടതുമുന്നണിക്ക് അത്തരത്തിലൊരു ഉപനേതാവ് പദവി ലഭിക്കുന്നത്. ശരിക്കും 2011 അത്തരം ഒരു ഉപനേതാവ് പദവി ലഭിക്കുന്നത്. VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാകുമ്പോൾ അന്ന് കോടിയേരി ബാലകൃഷ്ണൻ ഉപനേതാവാക്കി. ആ കീഴ്വഴക്കം മാറ്റേണ്ട സാഹചര്യമില്ല. ഇത്തവണയും CPM എന്ന 2 പദവിയും എടുക്കുമെന്ന് വ്യക്തമാക്കി. എന്നാൽ ബിനോയ് വിശ്വം അതിനോട് യോജിച്ചില്ല. ഇത്തവണ ഞങ്ങൾക്കത് ലഭിച്ചേ മതിയാകൂ, 8 സീറ്റ് തങ്ങൾക്കുണ്ട്, CPMന്റെ സീറ്റും കുറഞ്ഞല്ലോ എന്ന കണക്ക് ചൂണ്ടിക്കാട്ടിയാണ് ബിനോയ് വിശ്വം ആവശ്യം മുന്നോട്ട് വച്ചത്. പക്ഷേ അത് MV ഗോവിന്ദൻ തള്ളി. അത്തരമൊരു തീരുമാനത്തിലേക്ക് പോകാൻ കഴിയില്ല. KN ബാലഗോപാലിനെ ഉപനേതാവാക്കാൻ CPM തീരുമാനമെടുത്തതാണ് എന്നൊരു കാര്യം കൂടി MV ഗോവിന്ദൻ ബിനോയ് വിശ്വത്തെ അറിയിച്ചു. അതോടുകൂടിയാണ് ചർച്ച അലസിപ്പിരിഞ്ഞത്. എങ്ങനെ ഒരു പരിഹാരം എന്ന കാര്യത്തിൽ രണ്ട് മുന്നണികൾക്ക് ഇപ്പോൾ വ്യക്തതയില്ല. പുറത്തു വന്ന ബിനോയ് വിശ്വം പറഞ്ഞത് സൗഹാർദ്ദപരമായ ചർച്ചയായിരുന്നു. CPI ഞങ്ങളുടെ നിലപാട് അവിടെ അറിയിച്ചു. CPM അവരുടെ നിലപാടും എടുത്തു. LDFൽ CPI കൊടുക്കുന്ന പ്രാധാന്യം CPM കൊടുക്കണം. അതായത് LDFൽ മുന്നണിയുടെ ഒറ്റക്കെട്ടായുള്ള മുന്നോട്ട് പോക്കിന്, മുന്നണിയുടെ ഐക്യത്തിന് CPI വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ആ പ്രാധാന്യം CPM കൊടുക്കണമെന്ന മുന്നറിയിപ്പാണ് ബിനോയ് വിശ്വം ഇപ്പോൾ CPMന് നൽകിയിരിക്കുന്നത്. എന്തുകൊണ്ട് ആ പദവി നൽകുന്നില്ല എന്ന് CPM തുറന്നു പറയട്ടെ. മുന്നണിയുടെ മുന്നോട്ടുള്ള നല്ല നീക്കങ്ങൾക്ക് CPI ഒപ്പമുണ്ട് എന്നൊരു സൂചന കൂടി നൽകുന്നു. അതായത് അങ്ങനെ അല്ലെങ്കിൽ മറിച്ചു ചിന്തിക്കാൻ പോലും തങ്ങൾ തയ്യാറായിട്ടേക്കുമെന്ന സൂചനയെ അതിനെ കാണേണ്ടതുണ്ട്. CPMും ഇതേ നിലപാടാണ് സ്വീകരിക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വെല്ലുവിളി സ്വരത്തിലാണ് ബിനോയ് വിശ്വത്തിന്റെ വാക്കുകൾ. അതായത് അവർ നിയമസഭയിൽ ഒരു പ്രത്യേക ബ്ലോക്കായി ഇരിക്കാൻ പോലും ഒരു ഘട്ടത്തിൽ അത്ര ആവശ്യം പോലും ഉയർന്നു വരികയാണ്. അവിടെയാണ് ഈ ചർച്ച പരാജയപ്പെടുമ്പോൾ CPI എന്ത് കടുത്ത നിലപാട് സ്വീകരിക്കാൻ പോകുന്നുവെന്ന ചോദ്യം ബാക്കിയാവുന്നത്. ഉപനേതാവ് അത് വിട്ടുകൊടുക്കാൻ കഴിയുന്ന നിലപാട് CPM ആവർത്തിക്കുന്നു. ഒരു കാരണവശാലും പിന്നോട്ട് പോകില്ല. നാളത്തെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി യോഗം നിർണായകമാണ്. ബിനോയ് വിശ്വത്തിനെതിരെ അവിടെ അതിർത്തി ഉണ്ടെങ്കിൽ പോലും ഇത്തരമൊരു സാഹചര്യത്തിൽ ബിനോയ്ക്കൊപ്പം പാർട്ടി നിൽക്കാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ മുന്നണി അസാധാരണ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. നാളെ സഭ പിരിഞ്ഞാൽ പിന്നീട് 19-ന് ബജറ്റിലാണ് സഭ ചേരേണ്ടത്. ആ ഒരു ഇടവേളയുണ്ട്. അതിനു മുമ്പെങ്കിലും പ്രശ്നം പരിഹരിക്കാൻ കഴിയുമോ എന്ന ചർച്ചകളാണ് നടക്കുന്നത്. പക്ഷേ സാധ്യത വിരളമാണ്. രണ്ട് കൂട്ടരിൽ ഒരാൾ ഒരു വിട്ടുവീഴ്ച ചെയ്താൽ മാത്രമേ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ടാകൂ. അല്ലെങ്കിൽ ഇത് വലിയൊരു പ്രതിസന്ധിയായി മുന്നിൽ അവശേഷിക്കുകയാണ്. സഭാ സമ്മേളനം ഇത്ര ദിവസമായിട്ടും നിയമസഭാ യോഗം ചേരാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയേറ്റ സംസ്ഥാനത്തെ പ്രതിപക്ഷ മുന്നണി മാറിയിരിക്കുകയാണ്. സജിത്ത്, അതാണ് സാഹചര്യം. എന്തായാലും അതിഗുരുതരമായ പ്രതിസന്ധിയാണ് ഇടതുമുന്നണിയിൽ ഉണ്ടാവുന്നത് എന്നതാണ് നിലവിലെ അവസ്ഥ. അത് അത്തരത്തിലേക്ക് സാഹചര്യങ്ങൾ മാറിമറിയുകയാണ്. മുന്നണി യോഗം പോലും ചേരാൻ കഴിയാത്ത രീതിയിലേക്ക് ഇടതുമുന്നണിയിലെ അവസ്ഥ. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെയും ഈ തർക്കം നിലനിൽക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനമാണ്. തെരഞ്ഞെടുപ്പിൽ അമ്പയെ പരാജയപ്പെട്ടതോടുകൂടിയാണ് CPMന് തുല്യ പ്രാതിനിധ്യം നിയമസഭയിൽ അവകാശപ്പെടുന്നത്. മുമ്പില്ലാത്ത ഒരു ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കുന്നതിൻ്റെ കാരണവും അതുതന്നെയായിരുന്നു. അതാണ് സംഭവിച്ചത്. ഒടുവിലിതാ ഇപ്പോൾ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം CPIക്ക് നൽകുന്നതിന് തയ്യാറല്ല CPM എന്നതാണ് നിലപാട്. ഇതോടുകൂടി സാഹചര്യങ്ങൾ മാറിമറിയുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.